നമസ്കാരം. ദ ടാരോട്ട് ഇൻസൈറ്റ് ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൺ സോഡിയാക് സൈനിലെ ജെമിനി, ഇക്വേറിയസ്, ലിബ്ര എന്ന സൈനിലുള്ളവരുടെ റീഡിംഗ് ആണ് നോക്കുന്നത്. അവർ എയർ സൈനിലുള്ളവരാണ്. അവരെക്കുറിച്ച് പൊതുവായി പറയുകയാണെങ്കിൽ വളരെ പവർഫുള്ളായ വ്യക്തികളാണ് അവർ. ക്രിയേറ്റിവിറ്റിയും ഉള്ളവരാണ്. പവർഫുൾ എന്ന് പറയുന്നത് അവർ എന്ത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നാലും അതിൽ നിന്ന് കരകയറാൻ സെൽഫായി അവർക്കൊരു പവറുണ്ട് എന്ന് പറയാം. ക്രിയേറ്റിവിറ്റിയിൽ അവർക്ക് ക്രിയേറ്റീവായി കാര്യങ്ങൾ ചെയ്യാൻ ആർട്ടിലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസോ പാട്ടോ അതേപോലെയുള്ള കാര്യങ്ങളിലും പുതിയ കാര്യങ്ങൾ കണ്ടെത്തുവാനും അവർക്ക് കഴിയും. ഫൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ഇഷ്ടപ്പെടുന്നതാണ് അവർ. അവർക്ക് പുതിയ ഐഡിയാസ് ഉണ്ട്. അഡ്വഞ്ചറസ് ആയ വ്യക്തികളാണ്. പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യാനും അഡ്വഞ്ചറസ് ആയ കാര്യങ്ങൾ ചെയ്യാനും അവർ താല്പര്യപ്പെടുന്നു. അവർ വളരെ എക്സൈറ്റിംഗ്, ആവേശഭരിതരായ വ്യക്തികളാണ്. അവർക്ക് പുതിയ കാര്യങ്ങൾ കണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാനും താല്പര്യമുള്ളവരാണ്. അവരുടേതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യത്തേത് കരിയർ. അതിൽ കിട്ടിയേക്കണ കാർഡ് 10 ഓഫ് സോഡ്. മണി, എംപ്രസ് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത ലവ് ആൻഡ് റിലേഷൻഷിപ്പിൽ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ. ഹെൽത്തിൽ 9 ഓഫ് സോഡ്. ഔട്ട്കമ്മായി കിട്ടിയിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന കാർഡാണ്. കരിയറിൽ കിട്ടിയേക്കണ കാർഡായ 10 ഓഫ് സോഡ് അമിതമായ ഭാരമാണ് ചുമക്കുന്നത് എന്ന് കാണാം. വളരെയധികം ചലഞ്ചുള്ള സമയമാണ് അവർ ഫേസ് ചെയ്യുന്നത്. ജോലി സ്ഥലത്തും പഠന സ്ഥലത്തും ആയാലും ഈ ഭാരമുണ്ടാകും. ഈ വിഷമത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് പറ്റുമെന്നും ഇതിന് ഒരു ബലം നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുമെന്നും പറയാം. കാരണം ഒരു ജോലി മാറ്റമോ പഠനത്തിലാണെങ്കിൽ നല്ല ഒരു വിജയവും അതിനെ തുടർന്നുള്ള പഠനങ്ങളോ അല്ലെങ്കിൽ ജോലിയോ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. മണിയിൽ നോക്കുകയാണെങ്കിൽ ദ എംപ്രസ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. പോസിറ്റീവ് ആയ ഒരു കാർഡാണ് അത്. സൂചകമാണ് ഉള്ളത്. നിങ്ങൾക്ക് മണി അട്രാക്റ്റ് ചെയ്യുവാനുള്ള മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ മാറണമെന്ന് പറയുന്നു. ഭാവിയിൽ സമൃദ്ധി ഉണ്ടാകും. നിങ്ങൾക്ക് ആഡംബരമായ ഒരു ജീവിതത്തിലേക്കാണ് വരാൻ പോകുന്നതെന്നും കിട്ടാനുള്ള പണം കിട്ടുവാൻ സാധ്യതയുണ്ട്. അതേപോലെ ലോണോ മറ്റോ കാര്യങ്ങളായിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ പാസ്സായി നിങ്ങളുടെ വിഷമസ്ഥിതിയിൽ നിന്ന് മാറുമെന്ന് പറയും. ലവ് ആൻഡ് റിലേഷൻഷിപ്പിൽ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ലവ് റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹിതരാണെങ്കിലോ വളരെ നല്ലൊരു പാർട്ട്ണർ ഉള്ളത് എന്നും ലവ് റിലേഷനിലാണെങ്കിൽ അതിൽ ഒരു നല്ല വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നും കാണുവാൻ സാധിക്കുന്നു. നിങ്ങളുടെ വരുന്ന പാർട്ട്ണർ വളരെ സപ്പോർട്ടീവായ ഒരു ആളായിരിക്കും. നിങ്ങൾക്ക് സ്റ്റേബിൾ ആൻഡ് കംഫർട്ടായ ഒരു കുടുംബജീവിതമാണ് ഉണ്ടാകാൻ പോകുന്നത്. കൂടാതെ വിവാഹം നോക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ നല്ല ഒരു പാർട്ട്ണറെ ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്നും അതിൽ നിന്ന് ഒരു സമൃദ്ധിയായ ജീവിതത്തിലേക്ക് നിങ്ങൾ മാറുമെന്നും പറയാം. ഹെൽത്തിൽ നോക്കിയപ്പോൾ 9 ഓഫ് സോഡ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ഹെൽത്തിൽ ഇപ്പോൾ കുറച്ച് വിഷമാവസ്ഥയിലാണ് ഉള്ളത്. അതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയും പേടിയുമാണ് ഇവിടെ കാണുന്നത്. അതിൽ നിന്ന് മാറ്റം സംഭവിക്കാം എന്ന് കാണുന്നു. ഹെൽത്തിനെ കുറിച്ച് വറീഡ് ആവാണ്ട് നിങ്ങളുടെ പേടിയും നിരാശയും മാറ്റി നല്ല ഒരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലം ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും മാറ്റം വരും. ഇതിന് ഒരു ഔട്ട്കം ഈ നാളുകാരുടെ നോക്കിയപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന കാർഡാണ് വരുന്നത്. വളരെ പോസിറ്റീവായ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നും ഇപ്പോൾ നിങ്ങളുടെ ജീവിതം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നും പറയാം. പഴയ വിഷമതകളിൽ നിന്ന് മാറി പുതിയ ജീവിതം അട്രാക്റ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിവുണ്ടെന്നും അത് ചെയ്യുവാൻ നിങ്ങളുടെ മനസ്സിനെ തയ്യാറാക്കണമെന്നുമാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുവാനും അതിലെ പുതിയ ജീവിതം കെട്ടിപ്പടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഇതിൽ കുറച്ച് ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സിൻ്റെ മെസ്സേജസ് എടുക്കാം. ആദ്യത്തേത്
ടർട്ടിൽ, ആമയെയാണ് കിട്ടിയിരിക്കുന്നത്. ആമ വളരെ പേഷ്യൻ്റായുള്ള വ്യക്തിയാണെന്നും കാര്യങ്ങൾ വളരെ സ്ലോ ആയി ചെയ്താൽ ജീവിതത്തിൽ വിജയം വരുമെന്നും കാണുന്നു. അടുത്തത് കാപ്രിക്കോൺ എന്ന ആളാണ്. ഇത് ജീവിതത്തിലെ ഈ വ്യക്തികളുമായി നിങ്ങൾക്ക് ബന്ധമോ അല്ലെങ്കിൽ മറ്റ് വിവാഹങ്ങളോ മറ്റു കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് കാണുന്നു. അടുത്തത് ഒരു ലൈഫ് ട്രീ ആണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യം കൊണ്ടുവരും എന്നും ഒരു ഗ്രോത്ത് ജീവിതത്തിലുണ്ട് എന്നും കാണുന്നു. അടുത്തത് 15 എന്ന നമ്പറാണ്. ഈ മാസം 15-ാം തീയതി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമായ എന്തെങ്കിലും കാര്യം വരുന്നു എന്നാണ് കാണുന്നത്. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നന്ദി, നമസ്കാരം.